بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين محمد وعلى آله وأصحابه الأجمعين أما بعد ഈ വേദിയെ ധന്യമാക്കിയ അൻസാറിനെ സ്നേഹിക്കുന്ന നേതാക്കളെ, കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. 24-ാം തീയതി കാലത്ത് 11 മണിക്ക് ആരംഭിച്ച അൻസാറുള്ള സംഘത്തിൻ്റെയും അൻസാർ അറബിക് കോളേജിൻ്റെയും ചരിത്ര പ്രസിദ്ധമായ വാർഷിക സമ്മേളനത്തിന് ഏതാനും മണിക്കൂറുകൾക്കകം തിരശ്ശീല വീഴുകയാണ്. അൻസാറിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, അൻസാറിനെ സംബന്ധിച്ചുള്ള ചില സങ്കടങ്ങൾ, അൻസാറിനെ സംബന്ധിച്ചുള്ള സന്തോഷങ്ങൾ നിങ്ങളുമായി ഏതാനും ചില നിമിഷങ്ങളിൽ പങ്കുവെക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റി നിന്നിട്ടുള്ളത്. ആദ്യമായി ഞാൻ എൻ്റെ സങ്കടങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 1 വർഷം മുമ്പ് ഇതേ സ്ഥലത്തു നിന്നുള്ള ഒരു സ്റ്റേജിൽ വെച്ചാണ് അൻസാറുള്ള സംഘത്തിൻ്റെ 69-ാം വാർഷികവും അൻസാർ അറബിക് കോളേജിൻ്റെ 50-ാം വാർഷികവും ഞാൻ പ്രഖ്യാപിക്കുന്നത്. നാം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. എല്ലാ തലത്തിലുള്ള ആളുകളും ഈ അൻസാറിനെ സ്നേഹിക്കുന്ന, ഈ അൻസാറിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടുത്തെ എല്ലാവിധ നാനാത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവിധ ജനങ്ങളും ഈ അൻസാറിൻ്റെ ഈ വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ പിന്തുണയുമായി ഞങ്ങളോട് സഹകരിക്കുകയുണ്ടായി. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ സമ്മേളന തീയതിക്ക് 3 ദിവസം മുമ്പ് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനെ ചുമലിലേറ്റേണ്ട, ആ സ്ഥാപനത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പുതുതായി നിർമ്മിക്കുകയും ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ അൻസാറിൻ്റെ സമ്മേളനത്തെ പരാജയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ രാത്പകൽ മുഴുകിയിരുന്നത് ഇവിടുത്തെ യാഥാസ്ഥികരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നവരോ ആയിരുന്നില്ല. ഈ പ്രസ്ഥാനത്തിൽ പഠിച്ച്, ഈ സ്ഥാപനത്തിൽ പഠിച്ച്, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി അല്ല അന്തസ്സുള്ള ഒരു ജോലി ഈ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മുഖേന നേടിയെടുത്ത ഒരു ചെറിയ വിഭാഗം ആളുകൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ മോശമായ രൂപത്തിൽ ലോകത്തെമ്പാടും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 500-ൽ പരം സന്ദേശങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട്, ഓരോ 3-4 ദിവസം തുടർച്ചയായിക്കൊണ്ട് ഈ അൻസാറിൻ്റെ സമ്മേളനത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സർവശക്തനായ നാഥൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അവർ ഈ തത്വത്തെ, അവർ ഈ ആദർശത്തെ ഊതിക്കെടുത്തുവാൻ അവർ ഉദ്ദേശിക്കുന്നു. പക്ഷേ അള്ളാഹു ഈ ആദർശത്തെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുശ്രിക്കുകൾ അവർ വെറുത്താലും ശരി. ഈ സംഭവമാണ് ഈ അൻസാറിൻ്റെ ഈ ആഴ്ചക്കുള്ളിൽ നടന്ന ഏറ്റവും സങ്കടപ്പെടുത്തുന്ന സംഭവം. ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അലുമിനി, അൻസാർ അലുമിനിയുടെ ബഹുമാന്യനായ സെക്രട്ടറി റഫീഖ് മാസ്റ്റർക്കും അതുപോലെ അബ്ദുർ റബ്ബ് അൻസാരിക്കുമെതിരായി വളരെ വൃത്തികെട്ട രൂപത്തിൽ ലോകത്തുടനീളം അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ വിഭാഗം തുറഞ്ഞിറങ്ങി എന്നത് സങ്കടത്തോടു കൂടി പറയും മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും വലിയ ആരോപണം ഈ അൻസാറിനെ ഒരു കുടുംബത്തിൻ്റെ സ്വത്താക്കി എന്നാണ്. സത്യമായും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു കുടുംബത്തിൻ്റെ സ്വത്ത് മാത്രമാണ്. ഏതാണ് കുടുംബം?
ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവി, എൻ്റെ വന്യനായ പിതാവ് മൊയ്തീൻ കുട്ടി എന്ന പീച്ച് മാസ്റ്റർ, മയ്യേരി കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി, മയ്യേരി അബ്ദുൽ ഖാദർ ഹാജി, പാറയിൽ ബാപ്പു സാഹിബ്, പറമ്പൻ അലവി സാഹിബ്, പാറയിൽ ഏന്തിൻകുട്ടി സാഹിബ്, അസം മുഹമ്മദ് സാഹിബ്, മുളക്കൽ മുഹമ്മദ് മാസ്റ്റർ, പാറയിൽ അലുവക്കുട്ടി മാസ്റ്റർ, ടി സൈദലി മാസ്റ്റർ, തെയ്യമ്പാട്ടിൽ ബീരാൻ സാഹിബും അദ്ദേഹത്തിന്റെ മകൻ പോക്കർ സാഹിബും, സൂപ്പിക്കുട്ടി കുരുക്കൾ, കുഞ്ഞാമത് കുട്ടികൾ തുടങ്ങി ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ സ്വത്ത് തന്നെയാണ് ഇത്. ആ കുടുംബത്തിന്റെ സ്വത്തിൽ കൈയിട്ട് വാരിക്കൊണ്ട് ഇത് തട്ടിക്കൊണ്ടു പോകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കുടുംബം ഒരു നിലക്കും അതിനെ സമ്മതിക്കുകയില്ല എന്ന് ഈ പുരുഷാരഭത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അത്തരം ആളുകളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് ഇത്തരം ആളുകൾക്ക് എന്ത് നേടാനാണ്? ഈ അൻസാറിന് വേണ്ടി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇവിടുത്തെ അൻസാർ അലുമിനിയെ, ഞാൻ അതിലൊരു അംഗമാണ്, എൻ്റെ സഹോദരൻ ശംസുദ്ദീൻ അതിലൊരു അംഗമാണ്. ഞങ്ങളെല്ലാം ഈ അൻസാറിൻ്റെ സന്തതികൾ തന്നെയാണ്. എൻ്റെ സഹോദരി ജമീലയാണ് 1964 ആരംഭിച്ച ഈ അൻസാറിൻ്റെ ആദ്യത്തെ ബാച്ചിൽ അഫ്ളുൽ മാബിനെന്നും നേടി പുറത്തിറങ്ങിയത്. അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാഭൂരിപക്ഷം വരുന്ന ഈ അൻസാറിൻ്റെ സന്തതികളെ തെറ്റിദ്ധാരണ പരത്തി, കിംവദന്തികൾ പരത്തി ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ തിരിഞ്ഞവരെ ഇവിടുത്തെ നല്ലവരായ ജനങ്ങൾ തിരിച്ചറിയണം എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതിന് കൂട്ടുനിന്നതിൽ വളരെ സങ്കടമായ കാര്യമായി തോന്നുന്നത്, ഇതിന് കൂട്ടുനിന്നവരിൽ ഈ അൻസാറിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് 35 വർഷം ജോലി ചെയ്ത് ഒരു പൈസ പോലും അൻസാർ അവരിൽ നിന്ന് വാങ്ങാതെ ജോലി ചെയ്ത് ഇപ്പോൾ നല്ല രൂപത്തിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില അധ്യാപകരുടെ പിന്തുണ പോലും കൂടി ഈ കൂട്ടർക്ക് ഉണ്ടായി എന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കിംവദന്തികളിൽ, ആരോപണങ്ങളിൽ, അതുപോലെയുള്ള മറ്റ് അൻസാറിനെ പറ്റി പ്രചരിപ്പിക്കുന്ന വൃത്തികെട്ട പ്രചാരവേലകളിൽ ബഹുമാന്യരായ ഈ അൻസാറിൻ്റെ സന്തതികളും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും ഉൾപ്പെട്ടു പോകരുത് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനത്തിന് കേരളത്തിലെ മറ്റുള്ള സ്ഥാപനങ്ങൾക്കില്ലാത്ത രൂപത്തിലുള്ള ഒരു മഹാപാരമ്പര്യമുണ്ട്. കേരളത്തിലൊരു സ്ഥാപനങ്ങളിലും നമ്മൾ തിരഞ്ഞു നടന്നാൽ കാണാൻ കിടാത്ത ഒരു സ്ഥാപനം, ഒരു തലമുറ, ആ തലമുറ ഒരു ദീപശിഖ കൈയേന്തിക്കൊണ്ട് അത് മറ്റൊരു തലമുറയെ ഏൽപ്പിക്കുന്നു. അവരുടെ മക്കൾ, അവരുടെ പേരമക്കൾ ആ ദീപശിഖ മറ്റൊരു കൂട്ടർക്ക് കൈമാറുന്നു. അങ്ങനെയാണ് അൻസാറിൻ്റെ കുടുംബം, അൻസാറുല്ലാ സംഘത്തിൻ്റെ കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ഞാൻ, എൻ്റെ പിതാവാണ് ഈ അൻസാറുല്ലാ സംഘത്തിൻ്റെ ആദ്യത്തെ രൂപീകരണ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ളത്. ഇവിടെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മയ്യേരി ഇബ്രാഹിം കുട്ടി ഹാജി ഈ സ്ഥാപനത്തിൻ്റെ, ഈ സംഘത്തിൻ്റെ സ്ഥാപക നേതാവായ ബഹുമാന്യനായ മർഹൂം കുഞ്ഞഹമ്മദ് കുട്ടി ഹാജിയുടെ മകനാണ്. ഈ സ്ഥാപനത്തിന് ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ അഷ്റഫ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്ന പാറയിൽ ബാപ്പു സാഹിബിൻ്റെ പുത്രനാണ്. ഈ സ്ഥാപനത്തിൻ്റെ ട്രഷറായിരിക്കുന്ന തെയ്യമ്പാട്ടിൽ ഷർഫുദ്ദീൻ സാഹിബ്, അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്ന തെയ്യമ്പാട്ടിൽ ബീരാൻ സാഹിബിൻ്റെ പൗത്രനും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനായ തെയ്യമ്പാട്ടിൽ പോക്കർ സാഹിബിൻ്റെ മകനാണ്. അതുപോലെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളെ എടുത്തു നോക്കൂ. ഒരു തലമുറ, ആ തലമുറ
അവരുടെ ഒരു ദൗത്യം മറ്റൊരു തലമുറയെ ഏൽപ്പിക്കുന്നു. ആ തലമുറ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു തലമുറയെ ഏൽക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ മക്കളും ഇതേ പാതയിലൂടെ തന്നെ നീങ്ങും. അതിൻ്റെ കാരണം ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ അവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുടെ ഉത്തരം അത് അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു എന്നുള്ളതാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന അവരുടെ ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഈ ദൗത്യമാർഗത്തിൽ ആഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള ശക്തിയും തേജസ്സും ഓജസ്സും സാമ്പത്തികമായ ശക്തിയും പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് നൽകി. അല്ലാഹുവേ നിനക്ക് ആയിരം സ്തുതി. ഏതെല്ലാം മലവെള്ളപ്പാച്ചിലുകൾ വന്നാലും അതിനെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ പിതാക്കൾ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ഈ ദീപശിഖ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് സർവശക്തനായ നാഥ നിന്റെ തൗഫീഖ് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സന്തോഷകരമായ ഒരു വാർത്തയും നിങ്ങൾക്ക് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അൻസാറിനു വേണ്ടി നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന 3 നില കെട്ടിടം, വളരെ മനോഹരമായ ഒരു 3 നില കെട്ടിൻ്റെ അവസാന പണികളിലേക്ക് നടന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നാം ഈ ഗ്രൗണ്ടിൽ വെച്ച് നിർവഹിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ സ്ഥാപനത്തിനുണ്ടാകണം. ഈ 3 നില കെട്ടിടം കൊണ്ട് മാത്രം നാം അൻസാറിൻ്റെ പുരോഗതി അവസാനിപ്പിക്കുന്നില്ല. എൻ്റെ തുടർച്ചയായി എൻ്റെ പിന്നാലെ വരുന്ന ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് അൻസാരി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷൻ 2030 15 വർഷക്കാലം കൊണ്ട് ഈ അൻസാറിനെ കേരളത്തിലെ മഹത്തായ ഒരു ക്യാമ്പസാക്കി മാറ്റാനുള്ള ഞങ്ങളുടെ ഉദ്യമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ ഖേദകരമാണെന്ന് ഇവിടെ എൻ്റെ പിന്നിൽ പ്രസംഗിച്ചു പോയ പലരും നിങ്ങളോട് ഉണർത്തുകയുണ്ടായി. ധൈര്യമായി വിദ്യാഭ്യാസം നേടാൻ ക്യാമ്പസുകളിൽ മക്കളെ തിരിച്ചയച്ച് അവരെങ്ങനെ തിരിച്ചു വരുമെന്ന് വേഗലൊക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ അറബിയിലായാലും ഇംഗ്ലീഷിലായാലും മറ്റുള്ള ടെക്നോളജികളായാലും വിദഗ്ധമായ പഠനം നൽകാനുള്ള 15 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്ലാനുമായി അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഏപ്രിലിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഈ 3 നില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം പൂർത്തിയാക്കുന്നതോടുകൂടി മറ്റൊരു വലിയ പ്രൊജക്റ്റിൻ്റെ ശിലാസ്ഥാപനവും നിർവഹിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർവശക്തൻ തുടക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഈ സമ്മേളനം വിജയിപ്പിച്ചതിൽ ഞങ്ങൾ ഒന്നുമല്ല. സർവശക്തനായ നാഥൻ്റെ സഹായം. ഈ 4 ദിവസം നല്ല തിങ്ങി നിറഞ്ഞ സദസ്സിൽ ഈ വളരെ മനോഹരമായി അച്ചടക്കത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രശംസ അറിയിച്ച ഒരു സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല നാഥ. ഇത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് അനുഗ്രഹം കൊണ്ടാണ്. എല്ലാവിധ ശുക്റുകളും എല്ലാവിധ തസ്ബീഹുകളും നാഥ നിങ്ങൾക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിൽ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കയ്യും മയ്യും മറന്ന് എല്ലാം മറന്നുകൊണ്ട് ഞങ്ങളെ സഹായിച്ച നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ സാരഥി എന്ന നിലയിൽ എൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയും വീണ്ടും ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകിക്കൊണ്ട് ഈ പ്രദേശത്ത് തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അചഞ്ചലമായ ഒരു കോട്ട കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ വീണ്ടും സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.